അറിയരുതേ രാധയറിയരുതേ ഗുരുവായൂരപ്പ നിന്റെ രഹസ്യമെന്ന നന്ദഗോവിന്ദം ഭജൻസിന്റെ പാട്ട് ഹൃദയത്തിലെത്താത്തവർ വളരെ വിരളമാണ്. ആ ചെറുപ്പക്കാർ അങ്ങോട്ട് പാടി തിമിർക്കുമ്പോൾ ജനം ഇളകിമറിയും. ഏറെക്കാലത്തിന് ശേഷം മലയാളികളുടെ ഹൃദയത്തിൽ ഭക്തിയും സംഗീതവും ചേർന്നൊരു പുതിയ അനുഭവമായി അവർ ഒഴുകിയെത്തുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡ് സെറ്റർമാരും ഈ ന്യൂജൻ ഭജൻ സംഘമാണ്. ഭക്തിയും സംഗീതവും ചേർത്തുള്ള ഡിവോഷണൽ റോക്ക് തരംഗത്തിന് ഇവർ തുടക്കം കുറിച്ചു കഴിഞ്ഞു. പരമ്പരാഗത ഭജനകളിൽ നിന്ന് മാറി ഡ്രംസും ഗിറ്റാർ തുടങ്ങിയ പാശ്ചാത്യ സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയോടെ ഇവർ ഗാനങ്ങൾ അവതരിപ്പിക്കുന്നു. ഇൻസ്റ്റഗ്രാം റീൽസുകളിലും യൂട്യൂബിലും ഇവരുടെ ഷോകൾ വൈറലാകുന്നു. പരമ്പരാഗതമായ ശീലുകളിൽ നിന്നൊക്കെ മാറി യുവാക്കൾക്ക് കൂടി ആസ്വദിക്കാവുന്ന രീതിയിലുള്ള എനർജറ്റിക് പ്രകടനങ്ങൾ കൊണ്ടുവരുന്നു. മികച്ച ലൈറ്റിങ്ങും ശബ്ദ സംവിധാനവും ഉപയോഗിച്ചുള്ള സ്റ്റേജ് ഷോകൾ അവിസ്മരണീയമായ ദൃശ്യാനുഭവമാവുകയാണ്. മലയാളികൾ നെഞ്ചേറ്റിയ നന്ദഗോവിന്ദം ഭജൻസിന്റെ കഥ. ആസ്വാദക ഹൃദയങ്ങളെ അക്ഷരാർത്ഥത്തിൽ ആനന്ദലഹരിയിൽ ആറാടിച്ച് നന്ദഗോവിന്ദം ഭജൻ ജൈത്രയാത്ര തുടരുകയാണ്. വേടനൊക്കെപ്പെടുന്ന ഇടതുപക്ഷ പൊളിറ്റിക്കൽ റാപ്പർമാർ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് ഭക്തിഗാന തരംഗം തീർത്ത് നന്ദഗോവിന്ദമുണ്ട്. പക്ഷെ പലരും കറന്നതുപോലെ ട്രെൻഡിനൊപ്പിച്ച് തട്ടിക്കൂട്ടിയ ന്യൂജൻ പിള്ളാരൊന്നുമല്ല അവർ ലക്ഷ്യമിടുന്നത് ഒരു ഭക്തി പ്രസ്ഥാനമല്ല. കഴിഞ്ഞ കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യമുള്ളവരാണ് ഈ ചെറുപ്പക്കാർ. പൂച്ചെണ്ടുകൾക്കൊപ്പം വിമർശനവും ഏറ്റുവാങ്ങി വളർന്നവരാണിവർ. 25 വർഷങ്ങൾക്ക് മുൻപ് കോട്ടയത്തെ നട്ടാശ്ശേരിയിൽ രാജേന്ദ്ര പണിക്കർ ആരംഭിച്ച ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയായിരുന്നു ശ്രീദുർഗ ഭജന സമിതി. ഈ കൂട്ടായ്മ പിന്നീട് നന്ദഗോവിന്ദം ഭജൻസായി പരിണമിക്കുകയായിരുന്നു. രാജേന്ദ്ര പണിക്കർ അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന സമയത്ത് ആരംഭിച്ച ഭജന പ്രസ്ഥാനമാണിത്. പണിക്കർക്ക് പാടാനുള്ള വേദി ഒരുക്കാനും അദ്ദേഹത്തെ സഹായിക്കാനുമായാണ് ഈ സംഘം രൂപീകരിച്ചത്. നട്ടാശ്ശേരിയിലുള്ള വേമ്പിൻ കുളങ്ങര ക്ഷേത്രത്തിലായിരുന്നു നന്ദഗോവിന്ദം ഭജൻസ് ആദ്യമായി ഭജന അവതരിപ്പിച്ചത്. നിരവധി തവണ ഈ ക്ഷേത്രമുറ്റത്ത് ഭജന അവതരിപ്പിച്ചു. പിന്നീട് ചുറ്റുപാടുള്ള 2-3 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും ഭജന അവതരിപ്പിച്ചു. ഇന്ന് കേരളത്തിലും UAE-യിലും കാനഡയിലുമൊക്കെ നന്ദഗോവിന്ദം ഭജൻസിന് ആസ്ഥാനമുണ്ട്. വളർച്ച UAE-യിലെ കലാകാരന്മാർ നൽകിയ പങ്കും ഒട്ടും ചെറുതുമല്ല. നാട്ടിലെ പ്രസ്ഥാനത്തോടൊപ്പം തന്നെ UAE അംഗങ്ങളുടെയും കഠിനാധ്വാനം ഈ പ്രസ്ഥാനത്തിന്റെ ഇപ്പോഴുള്ള പേരിന് പിന്നിലുണ്ട്. നന്ദഗോവിന്ദം ഭജൻസിന്റെ UAE പ്രവർത്തന മേഖല പ്രധാന ഗായകൻ നവീനാണ് കൈകാര്യം ചെയ്യുന്നത്. 2017 കാലഘട്ടത്തിന് മുൻപ് വർഷത്തിൽ ഒരു പരിപാടി, ചില വർഷങ്ങളിൽ പരിപാടിയെ ഉണ്ടാവാറുണ്ടായിരുന്നില്ല. വരുമാനമൊക്കെ ആവശ്യമായതിനാൽ പലരും വിദേശത്തേക്ക് കുടിയേറി. UAE-യിലേക്ക് വിമാനം കയറി പലരും. UAE-യിൽ ജോലി കഴിഞ്ഞുള്ള സമയത്ത് ഞാനടക്കമുള്ള അംഗങ്ങൾ സ്ഥിരമായി ഒത്തുകൂടി പ്രാക്ടീസ് ചെയ്തു തുടങ്ങും. പ്രാക്ടീസ് സെഷനുകൾ വീഡിയോ രൂപത്തിൽ ചിത്രീകരിക്കുകയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിൽ 1-2 ഗാനങ്ങളൊക്കെ പതുക്കെ ശ്രദ്ധിക്കപ്പെട്ടു. പലരും വീഡിയോ ഷെയർ ചെയ്തു തുടങ്ങി. നിരവധി ഓൺലൈൻ പേജുകൾ തങ്ങളുടെ വീഡിയോ ഏറ്റെടുത്തു. ഒരു പക്ഷേ പുനർജന്മത്തിന്റെ തുടക്കം അവിടെ നിന്നായിരുന്നു. പരിപാടികൾ കുറഞ്ഞതുമൂലം നന്ദഗോവിന്ദ ഭജൻസ് ആൾക്കാരുടെ മനസ്സിൽ നിന്നും മറഞ്ഞു തുടങ്ങുന്ന സമയത്താണ് സോഷ്യൽ മീഡിയയിലൂടെ പുനർജന്മം സംഭവിക്കുന്നതെന്നാണ് പ്രധാന ഗായകനായ നവീൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടതോടെ അവർക്ക് പരിപാടികൾ ലഭിച്ചു തുടങ്ങി. അപ്പോഴേക്കും കോവിഡ് കാലമൊക്കെ കടന്നു വന്നു. വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ ലൈവ് സെഷൻസ് അവർ ആരംഭിച്ചു. ആ സമയത്താണ് മനോഹരി രാധേ രാധേ എന്ന പാട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അത് വൈറലായി. പിന്നെ അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു ഭജന എന്നാൽ മലയാളിയുടെ മനസ്സിൽ വരുന്ന സാമ്പ്രദായിക സങ്കല്പങ്ങളെ പൊളിച്ചു മാറ്റിയാണ് നന്ദഗോവിന്ദം ഭജൻസ് കയറി വന്നത്. കേരളം പോലുള്ള സ്ഥലത്ത് അത്ര ജനപ്രിയമല്ല ഭജനകൾ. തമിഴ്നാട്ടിലും കർണാടകയിലും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ ഭജന എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് വളർന്നു പന്തലിച്ച ഒന്നാണ്. പക്ഷെ കേരളത്തിലെ ഭജനകളിൽ ഭക്തിഗാനങ്ങൾ മാത്രമാണ് പാടിയിരുന്നത്. അവിടെ സിനിമാ പാട്ടുകൾ ഉണ്ടായിരുന്നില്ല. നന്ദഗോവിന്ദം ഭജൻസ് ഈ താല്പര്യങ്ങളെയാണ് പൊളിച്ചെഴുതിയത്. സിനിമാ ഗാനങ്ങൾ ഭജന ശൈലിയിലേക്ക് മാറ്റാനുള്ള പരീക്ഷണമാണ് ഇവരുടെ ഭജനയെ വ്യത്യസ്തമാക്കിയ ഒരു ഘടകം. മനോഹരി രാധേ രാധേ, കാതലേ കാതലേ പോലുള്ള സിനിമാ ഗാനങ്ങളും ഭജന ഫ്യൂഷൻ രൂപത്തിൽ അവതരിപ്പിച്ചപ്പോൾ അത് മലയാളികൾ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ഗാനത്തിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി നിറഞ്ഞ കയ്യടിയോടുകൂടി ആസ്വാദകർ അതിനെ സ്വീകരിച്ചു. കേരളത്തിലെ ഭക്തിഗാന ശാഖ നമുക്കറിയാം. യേശുദാസും MG ശ്രീകുമാറും ഒക്കെ പാടിയ അയ്യപ്പ ഭക്തിഗാനങ്ങളും ഗുരുവായൂരപ്പ ഗാനങ്ങളും അവർ പൊടിതട്ടിയെടുത്തു. പലതും യേശുദാസിനേക്കാൾ ഫീലൊക്കെ കൊടുത്ത് ന്യൂജൻ രീതിയിൽ അവതരിപ്പിക്കാനും അവർക്ക് സാധിച്ചു. കീബോർഡും വയലിനും ഒക്കെ ഉപയോഗിച്ച് ഭജനയിൽ പുതുമ തീർക്കുകയായിരുന്നു നന്ദഗോവിന്ദം ഭജൻസ്. ഗിറ്റാറും ഡ്രംസും തുടങ്ങിയ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് ന്യൂജൻ പിള്ളാരെ കൂടി അവർക്കൊപ്പം കൂട്ടുന്ന രീതിയിലേക്ക് ഇവർ ചുവടുമാറ്റി. നന്ദഗോവിന്ദം ഭജൻസിന്റെ ചുവട് പിടിച്ച് ഗിറ്റാറും ജാസും ഒക്കെ അടക്കമുള്ളവ ഉപയോഗിച്ച് രൗദ്ര ശിവതാളം കൊട്ടുന്ന ഭജന സംഘങ്ങളുടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. 45ഓളം അംഗങ്ങളുള്ള ഒരു വലിയ കൂട്ടായ്മയായി നന്ദഗോവിന്ദം ഭജൻസ് വളർന്നിട്ടുണ്ട്. നവീൻ മോഹൻ, നവീൻ ശ്രീധരൻ എന്നിവരാണ് ഗ്രൂപ്പിന്റെ പ്രധാന സംഘാടകരും മുൻനിര ഗായകരും. ശ്രീലാൽ വേണുവാണ് ലീഡ് സിംഗർ. പ്രവീണാനന്ദ് സ്ഥാപക അംഗവും പ്രധാന ഗായകനുമാണ്. വിഷ്ണു വേണുഗോപാൽ ഉണ്ട്. ബിജു ചാലക്കുടി എന്നിവർ ഗ്രൂപ്പിലെ മറ്റ് പ്രമുഖ അംഗങ്ങളാണ്.
അന്തരിച്ച രാജേന്ദ്ര പണിക്കരുടെ മകൻ ഉണ്ണികൃഷ്ണനും ഈ സംഘത്തിലുണ്ട്. അരവിന്ദ് നായർ, അഭിരാമി അജയ് തുടങ്ങി അതിഥി ഗായകരും പലപ്പോഴായി ഇവരോടൊപ്പം ചേരാറുണ്ട്. പ്രവീണാണ് നന്ദഗോവിന്ദ ഭജൻസിന്റെ കാനഡയിലെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. എല്ലാ വീക്കെൻഡിലും ഇപ്പോൾ ഇവർ നാട്ടിലേക്കുള്ള യാത്ര പതിവാക്കി. ശ്രീലാലും മനുവുമാണ് കേരളത്തിലെ നന്ദഗോവിന്ദം ഭജൻസിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 25 വർഷങ്ങൾക്ക് മുൻപ് കോട്ടയത്തെ നട്ടാശ്ശേരിയിൽ ചെറുപ്പക്കാരുടെ ഈ കൂട്ടായ്മയെ ആരംഭിച്ച ഈ സംഘത്തിന്റെ ശബ്ദം ഇന്ന് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഏറ്റെടുത്തിരിക്കുകയാണ്.